hey guys, welcome back to our channel. So welcome back to another movie review ആണ് സുഹൃത്തുക്കളെ. So guys, അപ്പോൾ വലതുവശത്തെ കള്ളൻ പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത് ജീത്തു ജോസഫ് ആണ്. പടം റൈറ്റ് ചെയ്തേക്കുന്നത് ഡിനോ തോമസ് എന്ന് പറഞ്ഞ ആളാണ്. പിന്നെ കാസ്റ്റിലൊക്കെ വരുവാണെങ്കിൽ ബിജു മേനോൻ ഉണ്ട്, ജോജ് ജോർജ് ഉണ്ട്, രാജു ശ്രീധർ, പിന്നെ ആക്ച്വലി മറ്റേ ആടുജീവിതത്തിനകത്ത് പൃഥ്വിരാജിന്റെ കൂടെ അവിടെ പോയി ട്രാപ്പിലാവുന്ന ഒരു പയ്യനുണ്ടല്ലോ ഗോകുൽ, ആ പയ്യനുണ്ട്. അങ്ങനെ കുറച്ചധികം ആൾക്കാർ അഭിനയിക്കുന്ന ഒരു പടമാണ് സുഹൃത്തുക്കളെ. അപ്പോൾ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു ക്രൈം ത്രില്ലർ ഫിലിമാണ്. സോ എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. ഒരു വൺ ടൈം വാച്ചബിൾ സാധനമാണ്. ഇറ്റ്സ് എ നൈസ് മൂവി. ഇതിനകത്ത് പറയുന്ന കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് അബൌട്ട് ബാഡ് പേരൻറ്റിങ്, പിന്നെന്താ ഒരാളുടെ കൺഫെക്ഷൻ, അതായത് തെറ്റായ വഴി കൂടെ പോയിക്കൊണ്ടിരുന്ന ഒരാൾ ലാസ്റ്റ് ആകുമ്പോൾ ഒരു കുറ്റസമ്മതം കാര്യങ്ങളും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഒരു ക്രൈം ത്രില്ലർ ഫിലിമാണ് സുഹൃത്തുക്കളെ. സോ ജീത്തു ജോസഫ് ആക്ച്വലി ഏതോ ഒരു ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞതായിട്ട് ഞാൻ ഇതാവുന്നുണ്ട്. ഐ തിങ്ക് ഒരു മെമ്മറീസിൻ്റെ ഒരു ടൈപ്പ് ഓഫ് സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൂഡ് പിടിച്ച് പോകുന്നൊരു പടമാണ്. സോ കളർ ഗ്രേഡിങ്ങും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ മെമ്മറീസുമായിട്ട് കണക്ട് ആവുന്നത്. അല്ലാണ്ട് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതുമായിട്ടൊരു ബന്ധവും ഇല്ല. ഐ മീൻ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഒരു മൂവി അല്ല, അങ്ങനത്തെ ടൈപ്പ് ഓഫ് സ്റ്റോറി ടെല്ലിങ്ങും അല്ല. ബട്ട് ഇറ്റ്സ് ആൻ ഓക്കെ മൂവി, നൈസ് മൂവി, വൺ ടൈം വാച്ചബിൾ സാധനമാണ്. സോ ബിജുമേനൻ ആൻഡ് ജോജ് ജോർജ്. ബിജുമേനനാണ് ഫിലിമിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ ഉള്ളത്. ജോജ് ജോർജ് ആക്ച്വലി ഫസ്റ്റ് ഹാഫിനകത്തുണ്ട്, സെക്കൻഡ് ഹാഫിനകത്ത് ഒരു 2-3-4 സീൻസ് അത്രയൊക്കെ ഉള്ളു. കാരണം അതൊരു ഇൻ്റർവെൽ സാധനമാണ്. അതെന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ കണ്ടാൽ മതി. നൈസ് മൂവിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്ലോട്ടും കൊള്ളാം, നൈസാണ്. ബട്ട് പറഞ്ഞല്ലോ ഇറ്റ്സ് എ ജിത്തു ജോസഫ് ഫിലിം. സോ ആ പുള്ളിക്കാരൻ്റെ പടമാണ് എന്നുള്ളത് ചെയ്തുകൊണ്ടാണ് നമ്മൾ പോയി കണ്ടത്. സോ ഇനിയിപ്പോൾ ബാക്കി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മൊത്തം നമ്മൾ ദൃശ്യം 3ലേക്കാണ്. സോ അതും ഒരു ഫാമിലി, കുറച്ചും കൂടെ ഫാമിലിക്ക് അകത്തോട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് മൂവി ആണെന്നാണ് കേൾക്കാൻ സാധിച്ചത്. ഐ മീൻ പുള്ളിക്കാരൻ ഇൻ്റർവ്യൂലൊക്കെ പറഞ്ഞത്. സോ ഇതൊരു നൈസ് മൂവിയാണ്. കേസ് അന്വേഷണവും കാര്യങ്ങളും പിന്നെ കുറച്ച് ക്ലൂസും കാര്യങ്ങളും. സെക്കൻഡ് ഹാഫിനകത്തൊക്കെ ഇവർ കേസിൻ്റെ കുറച്ച് ക്ലൂസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് ഭയങ്കരമായിട്ട് തല പൊഹഞ്ഞു പോകുന്ന ടൈപ്പ് ഓഫ് ഒരു ക്ലൂസും കാര്യങ്ങളൊക്കെ ആയത്. കുറേ ക്ലൂസും കാര്യങ്ങളും അവിടുന്ന് കണക്ട് ഇവിടുന്ന് കണക്ട് മൊത്തം കൂടെ ഒരു കണക്ഷൻ വരുന്നുണ്ട്. നമുക്ക് തന്നെ ഇത് ഒന്നും കൂടെ ഈ ബാക്ക്വേർഡ് അടിച്ച് നോക്കാൻ പറ്റുമായിരുന്നെങ്കിൽ, അങ്ങനെ നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ചിലപ്പോൾ കണക്ട് ആവത്തുള്ളൂ. എനിക്ക് അങ്ങനെ തോന്നിയത്. എനിക്കത് ഇതിങ്ങനെ ആലോചിച്ചാണ് കുറച്ചൊക്കെ കണക്റ്റ് ആയത്, ആ ഒരു ക്ലൂസും കാര്യങ്ങളൊക്കെ. ബട്ട് അതർവൈസ് നമുക്ക് അത്ര പെട്ടെന്ന് കണക്റ്റ് ആവുന്ന കുറച്ച് ക്ലൂസും കാര്യങ്ങളും ഒന്നും അല്ല. പിന്നെ ഇതിനകത്ത് കേസ് അന്വേഷണവും കാര്യങ്ങളും പോലീസ് സ്റ്റേഷനാണ് കൂടുതലും കാണിക്കുന്നത്. അവിടുത്തെ കുറച്ച് കേസ് അന്വേഷണവും കാര്യങ്ങളും, അവിടുത്തെ ഒരു പോലീസ് ഓഫീസർ, അയാളുടെ ലൈഫിലുള്ള കാര്യങ്ങൾ, അയാളുടെ കുറച്ചധികം തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ അയാൾ കൺഫെഷൻ നടത്തുന്നതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഇന്റർവെൽ എന്തായാലും നൈസ്, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എന്തായാലും പോയി കാണുക, വലിയ എക്സ്പെക്ടേഷനും കാര്യങ്ങളൊന്നും വെക്കണ്ട. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ബാഡ് പേരന്റിങ് കാരണം ഒരാൾ ചിലപ്പോൾ വഴി തെറ്റുന്നതാകാം. സോ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ബാഡ് പേരന്റിങ്, പിന്നെ അതുപോലെ തന്നെ കുറെ തെറ്റുകൾ ചെയ്തിട്ട് ഈ തെറ്റുകൾ നമ്മൾ ചെയ്യുമ്പം നമ്മൾ ഓർക്കത്തില്ല നമുക്ക് ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് പിന്നീട് ഉണ്ടാകും എന്നുള്ളത്. സോ അങ്ങനത്തെ കുറച്ച് ആഫ്റ്റർ എഫക്റ്റും കാര്യങ്ങളും ഒക്കെ ഇയാളുടെ ലൈഫിൽ പിന്നീട് ഉണ്ടാകുന്നതും, അത് എന്താണ് ഏതാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നിങ്ങൾ പടം കാണുക. പറഞ്ഞ പോലെ ഒരു വൺ ടൈം വാച്ചബിൾ സാധനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ അപ്പോൾ എന്തായാലും എല്ലാവരും കണ്ടു നോക്കുക. ഓ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ നമ്മൾ ദൃശ്യം 3ക്കാണ് വെയിറ്റ് ചെയ്യുന്നത്. ഏപ്രിൽ 2 ആണെന്നാണ് പടം ഇറങ്ങുന്നതെന്ന് തോന്നുന്നു. സോ ഇത് മാത്രമേ ഉള്ളൂ. ടാറ്റാ, ബൈ.